ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഫയർ എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഫയർ എനർജി മെയിനായിട്ട് പറയുന്നത് ഒന്ന് ദേഷ്യം, രണ്ട് സ്നേഹം. ഇവിടെ സ്നേഹത്തിൻ്റെ എനർജിയാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജിയാണ്, സ്നേഹം കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സണോട് തോന്നുന്നതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ സ്നേഹത്തിലാണ് ഉള്ളത് എങ്കിൽ വളരെ നല്ല ദിവസമായിരിക്കും. നിങ്ങൾ ദേഷ്യത്തിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് നഷ്ടം മാത്രമായിരിക്കും തിരിച്ച് ലഭിക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴൊക്കെയാണ് ദേഷ്യം ത്തിൽ പെരുമാറുന്നത്, തിരിച്ച് നമുക്ക് അതിൽ നിന്ന് ലാഭം ലഭിക്കത്തില്ല, നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇന്ന് ഏത് രീതിയിലാണ് നിങ്ങൾ എനർജി വയ്ക്കേണ്ടത് എന്ന്. ഇവിടെ ഫയർ എനർജി രണ്ടിനെയാണ് കാണിക്കുന്നത്, ഒന്ന് സ്നേഹവും ഒന്ന് ദേഷ്യവും. അപ്പോൾ നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ ഫയർ എനർജിയിലായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ സഡനായിട്ട് നിങ്ങളോട് ഭയങ്കര ഒരു ആകർഷണം തോന്നുകയും വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജിയിൽ അവർ നിങ്ങളോട് പെരുമാറുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ നിങ്ങളെ എവിടെയെങ്കിലും കറങ്ങാൻ കൊണ്ടുപോകുക, നിങ്ങളെ സിനിമ കാണിക്കുക, ഇല്ല എങ്കിൽ നിങ്ങളെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. ഒരു നല്ല ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. അതായത് അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളോടൊരു ആകർഷണം തോന്നുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം. ഇവിടെ നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കാണും, നിങ്ങൾ തമ്മിൽ യൂണിയനിലായി കാണും. ഇവിടെ നല്ല രീതിയിൽ സംസാരം നിങ്ങൾ തമ്മിൽ നടക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അത് നല്ല കാര്യം. ഇനി സംസാരം ഉണ്ടാവുന്നില്ല എങ്കിൽ വരാൻ പോകുന്ന സമയം നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ എല്ലാം ത്യജിച്ചിട്ട് എവിടെയെങ്കിലും ദൂരെ പോവാം എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു സന്യാസി എല്ലാം ത്യജിച്ചിട്ട് ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കുന്നില്ല, അതേപോലെ ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ ഇമോഷണലായിട്ട് എനിക്ക് വയ്യ, എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും മാറി നിൽക്കണം, എനിക്ക് വയ്യ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. ഇവിടെ ചിലപ്പോൾ ലവ് ലൈഫിൻ്റെ ആ ഒരു സ്ട്രെസ്സ് കാരണമായിരിക്കത്തില്ല നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്. ചിലപ്പോൾ കരിയറിൻ്റെ സ്ട്രെസ്സോ വേറെ എന്തെങ്കിലും സ്ട്രെസ്സ് കാരണമായിരിക്കാം നിങ്ങൾ ഇന്നത്തെ ദിവസം എല്ലാം വിട്ടുകളഞ്ഞ് എവിടെയെങ്കിലും ദൂരെ പോവാം, ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ വയ്യ എന്നൊക്കെ തീരുമാനിക്കുന്നതും ചിന്തിക്കുന്നതും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടിരിക്കുന്നത് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക, അതിൽ നിന്ന് ഓടിപ്പോവുക, അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഇന്നത്തെ ദിവസം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൂടാതെ ഇന്നത്തെ ദിവസം ഒരു ഷോർട്ട് ജേർണി നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, ഏതെങ്കിലും ജോലിയുടെ ഓഫർ ലെറ്റർ അല്ല എങ്കിൽ എവിടെയെങ്കിലും കോളോ മെസ്സേജോ വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇന്നത്തെ ദിവസം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ എന്ത് വിചാരിക്കുന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്ന് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ പറയുക. ഇനി നിങ്ങളുടെ വീട്ടിലെ ബോസി ആയിട്ടുള്ള ഫിഗർ ആരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ ബോസ് ആരാണോ, അവർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ റൊമാൻറ്റിക് എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ വളരെ ആങ്കർ ആയിട്ടുള്ള എനർജിയിലുമാണ് ഉള്ളത്. അതായത് അവരുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത്, അവരുടെ ഹൃദയത്തിൽ എന്താണോ തോന്നുന്നത് അത് പുറത്ത് പറയുന്ന ആ ഒരു എനർജി. അതായത് ഒന്നും മനസ്സിലും ഹൃദയത്തിലും വയ്ക്കാതെ തോന്നുന്നത് പറയുന്ന ആ ഒരു എനർജിയിലാണ് ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഉള്ളത്. അപ്പോൾ ചില ആൾക്കാർ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജിയും ചില ആൾക്കാർ വളരെ ദേഷ്യത്തിലുള്ള എനർജിയിലുമാണ് ഉള്ളത്. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവരുടെ ഈ ഒരു സ്വഭാവം കാരണം, അതായത് എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് പുറത്ത് പറയുന്ന ഈ ഒരു സ്വഭാവം കാരണം ഇവർക്ക് തന്നെ പല മോശം സാഹചര്യത്തിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അതായത് ഇവർ പറയുന്നത് ചിലപ്പോൾ കേൾക്കുന്ന ആൾ വേറെ രീതിയിലായിരിക്കും എടുക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം എക്സ്ട്രീംലി റൊമാൻറ്റിക് എനർജിയിലാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടുതലായിട്ട് സംസാരവും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കര ദേഷ്യത്തിൽ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇന്നത്തെ. ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇന്നത്തെ ദിവസം ഒരു മനോഹരമായിട്ടുള്ള ഷിഫ്റ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ.
ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഏതോ ഫീമെയിൽ എനർജിയോട് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ പേഴ്സൺ ഫീമെയിൽ ആണെങ്കിൽ വേറൊരു ഫീമെയിൽ എനർജിയോട് അവർ സംസാരിക്കുന്നതായിട്ട് അവരുടെ പ്രശ്നങ്ങൾ, ഇനി നിങ്ങളുടെ പേഴ്സൺ മെയിലാണ് എങ്കിൽ ഏതോ ഒരു ഫീമെയിൽ എനർജിയോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം. ഇവർക്കറിയാം ആ ഒരു വ്യക്തിയോട് ഇവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്താൽ നല്ല ഒരു രീതിയിലായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഒരു സജഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഫീമെയിൽ എനർജിയോട് ഇവർ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവർ ഇനി എന്ത് കാര്യത്തിനായാലും പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.